നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാരകത്തൈ വയ്ക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് നല്ല ഹൈബ്രിഡ് ഇനമാണ്, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളുടെ റംബൂട്ടാൻ തൈ എടുത്തപ്പോൾ കിട്ടിയതാണ്. അവിടെ നിന്ന് അവർ കൊണ്ടുവന്നപ്പോൾ തന്നാണ് ഒരു 2 തൈ. അപ്പോൾ അത് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു 2 അടി വീതി നീളമുള്ള ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ വളങ്ങളൊക്കെ ചെയ്യണം. ആ വളങ്ങൾ ചെയ്യുന്നത് കാണിക്കാം. തന്നെ നമ്മൾ മണ്ണ് വെട്ടി ഒരു പകുതിയോളം മണ്ണ് വെട്ടിയിടുകയാണ്. അതിനുശേഷം വളങ്ങൾ മിക്സ് ചെയ്യാം. കോഴിവളം, അതുപോലെ ഡോളമൈറ്റ്, രാജ്ഫോസ്, പിന്നെ കുറച്ച് നമ്മളുടെ ഉമിച്ചാരം, ആ 4 ഐറ്റമാണ് ഇടുന്നത്. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തൈ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കൊട്ട കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിവളമാണ്. ഒരു 2 മാസമെങ്കിലും ഇരുന്നിട്ട് വേണം അത് നമ്മൾ ഇടാനായിട്ട്. കമ്പോസ്റ്റ് രൂപത്തിലായത് ഇടണം. നേരെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കണം. പിന്നെ അതിനൊപ്പം നമ്മൾ കുമ്മായും ഡോളമൈറ്റും അതുപോലെ രാജ്ഫോസും കൂടി മിക്സ് ചെയ്തതാണ്. അത് 1/2 കിലോ വെച്ച് ഡോളമൈറ്റ്, 1/2 കിലോ രാജ്ഫോസും ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉമിച്ചാരം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഉമിച്ചാരം ഇടാണ്. അപ്പം നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. നാരകത്തിന് ഫംഗൽ ബാധ പെട്ടെന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കെട്ടാത്ത രീതിയിൽ വേണം നടാനായിട്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇത് നടാൻ ഏറ്റവും നല്ലത്. മിക്സ് ചെയ്യണം നമ്മൾ. നമ്മൾ ചെറിയൊരു പിള്ളക്കുഴി എടുത്തിട്ട് അതിലേക്കാണ് ഇറക്കി വെക്കുന്നത് തൈ. മൂടി ഒരു കൂന കുത്തിയിട്ട് അതിന്റെ മേളിലാണ് വെക്കുന്നത്. വെള്ളം കെട്ടാത്ത രീതിയിൽ വെള്ളം താഴേക്ക് ഒഴുകിപ്പോക്കോളൂ. അപ്പോൾ ഒന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല വെയിൽ അത്യാവശ്യമാണ് നാരകത്തിന്. അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് കൊണ്ടുവന്ന് വെക്കണം. അല്ല ചോലയുള്ളിടത്ത് വെക്കാതിരിക്കുക. വീഡിയോ ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.